ഹലോ എവരിവൺ, വെൽക്കം ടു MLT അക്കാഡമി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ് റിവ്യൂ ഓഫ് പ്രീവിയസ് PSC MLT ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്റഗറി 127/2018 ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാം ആയിരുന്നു. 2018 ഇത് അപേക്ഷ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചെങ്കിലും 2020 സെപ്റ്റംബറിലാണ് ഈ എക്സാം നടക്കുന്നത്. 100% ക്വസ്റ്റ്യൻസും MLT ആക്കിക്കൊണ്ട് നടന്ന ഒരു എക്സാമാണത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള എക്സാമിലേക്ക് നമ്മൾ പോയിരുന്നത്. അപ്പോൾ അതിൽ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മൈക്രോബയോളജി വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. വ്യക്തമായ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ 100 എണ്ണം. അപ്പം 31ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ അനേറോബിക് കൾച്ചർ മെത്തേഡ്? ഓപ്ഷൻ എ ആൽക്കലൈൻ പൈറോഗാലൽ മെത്തേഡ്, ഓപ്ഷൻ ബി കാസ്റ്റനഡ മെത്തേഡ്, ഓപ്ഷൻ സി പെട്രോഫ് മെത്തേഡ്, ഓപ്ഷൻ ഡി സ്ലൈഡ് കൾച്ചർ മെത്തേഡ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആൽക്കലൈൻ പൈറോഗാലൽ മെത്തേഡ്, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഏതൊക്കെയാണ് അനേറോബിക് കൾച്ചർ മെത്തേഡ്? ബാക്കി 3 ഓപ്ഷൻസിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ബിക്കോസ് അതും ഓരോരോ മെത്തേഡുകളാണല്ലോ. എന്തൊക്കെയായിരിക്കാം അതിൽ നിന്ന് ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അനേറോബിക് കൾച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേറോബിക് ബാക്ടീരിയയെ വളർത്താനായിട്ടാണ് നമ്മൾ അനേറോബിക് കൾച്ചർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് അവർക്ക് ഓക്സിജൻ ടെൻഷനിൽ വളരാൻ സാധിക്കില്ല. ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് സച്ച് എൻസൈം ദാറ്റ് kill the or remove the toxic metabolic product produced by means of oxygen. അപ്പോൾ അങ്ങനെയുള്ള കുറേ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആൽക്കലൈൻ പൈറോഗാലൽ മെത്തേഡ്. പിന്നെ അനേറോബിക് മീഡിയകൾ യൂസ് ചെയ്യുന്നുണ്ട്. തയോഗ്ലൈക്കോളേറ്റ് മീഡിയം, റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് മീഡിയം, RCMO ഇതിന് വളരെ നല്ല എക്സാമ്പിൾ ആണ്. ഷേക്ക് കൾച്ചറിൽ നമുക്ക് വേണമെങ്കിൽ അനേറോബിക് മൈക്രോ ഓർഗാനിസത്തിനെ വളർത്താൻ പറ്റും. പിന്നെ പാരഫിൻ ലെയർ ഓയിലിംഗ്, പാരഫിൻ ഓയിൽ മീഡിയയുടെ മുകളിൽ ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള 2 കോമൺ മെത്തേഡുകളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഗ്യാസ് പാക്ക് മെത്തേഡും മക്കിൻടോഷ് ഫീൽഡ് ജാറും. ഇതും അനേറോബിക് കൾച്ചർ മെത്തേഡ്സിനകത്ത് വരുന്നതാണ്. ഇനി ബാക്കി 3 ഓപ്ഷൻസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? അതിൽ ആദ്യം വരുന്നത് കാസ്റ്റനഡ മെത്തേഡ്. ആക്ച്വലി അത് അനേറോബിക് മെത്തേഡിനുള്ള അതല്ല, ബ്രുസെല്ല പോലുള്ള ഓർഗാനിസിന്റെ ബ്ലഡ് കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബൈഫേസിക് ബ്ലഡ് കൾച്ചർ മീഡിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇത്. അപ്പോൾ നാളെ ഒരു കാലത്ത് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ ബൈഫേസിക് ബ്ലഡ് കൾച്ചർ മീഡിയ. അപ്പോൾ എന്താണ് ബൈഫേസിക് ബ്ലഡ് കൾച്ചർ? അതായത് ഒരു ലിക്വിഡ് കൾച്ചറും ഒരു സോളിഡ് കൾച്ചറും ഒരൊറ്റ ട്യൂബിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഒരൊറ്റ ബോട്ടിലിനകത്ത് വരുന്ന മീഡിയകളെയാണ് നമ്മൾ ബൈഫേസിക് മീഡിയ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിലിനകത്ത് സോളിഡ് മീഡിയം ഉണ്ടാവും, ലിക്വിഡ് മീഡിയം ഉണ്ടാവും. അപ്പം ബ്ലഡ് കൾച്ചർ പോലുള്ള സാധനം നമുക്കറിയാം. ബ്ലഡ് കൾച്ചർ ഒരു ലിക്വിഡ് മീഡിയത്തിൽ ആദ്യം ഈ ഫസ്റ്റീരിയസ് ഓർഗാനിസം പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടി ഒരു ലിക്വിഡ് മീഡിയത്തിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് പുറത്തെടുത്ത് സോളിഡ് മീഡിയയിലേക്കാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ 6 ദിവസമൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ വരുമ്പോൾ കണ്ടാമിനേഷൻ ഒഴിവാക്കാനായിട്ടാണ് ഈ 2 മീഡിയകളും ഒരുമിച്ച് കൊണ്ടുള്ള ബൈഫേസിക് മീഡിയ കാസ്റ്റനഡ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നമുക്ക് ലിക്വിഡ് മീഡിയത്തിൽ ആദ്യം ബ്ലഡ് ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സബ് കൾച്ചർ ചെയ്യുന്നതിന് ജസ്റ്റ് സ്ലാൻഡ് ചെയ്താൽ മതി. എന്നിട്ട് സോളിഡ് മീഡിയയിൽ ഒന്ന് വെറ്റ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ കണ്ടാമിനേഷൻ ഒഴിവാക്കി കിട്ടും. സോ very good. Castaneda method is a biphasic blood culture media used for blood culture without contamination. Petrose method എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പ്യൂട്ടം കോൺസെൻട്രേഷൻ ടെക്നിക്കാണ് പെട്രോസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൾച്ചറിനായിക്കോട്ടെ, അതുപോലെ തന്നെ കൾച്ചറിനാണെങ്കിൽ ബാക്ടീരിയ വയബിൾ ആക്കി നിർത്തിക്കൊണ്ടുള്ള കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്ന മെയിൻ ഏജന്റ്. 4% സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത സ്ലൈഡ് കൾച്ചർ മെത്തേഡ്. എന്തിനാണ് സ്ലൈഡ് കൾച്ചർ മെത്തേഡ്? നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ലൈഡ് കൾച്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ടു ഡിറ്റക്ട് അൺഇന്ററപ്റ്റഡ് മോർഫോളജി ഓഫ് ഫംഗസ്. നമുക്കറിയാം ഫംഗസിന്റെ മോർഫോളജി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മുടെ ടീസിങ് ടെയറിങ് മെത്തേഡ്സ് ഉപയോഗിച്ചാണ്. അപ്പം TCA നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഫംഗസിന്റെ മോർഫോളജി മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റ് ആയി പോകും. നമുക്ക് ചിലപ്പോൾ അതിന്റെ ഹൈഫൈ കിട്ടത്തില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ടാണ് ഈ സ്ലൈഡ് കൾച്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് അൺഇന്ററപ്റ്റഡ് മോർഫോളജി, ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഫംഗസിന്റെ മൊത്തം മോർഫോളജി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന അഡീഷണൽ കാര്യങ്ങൾ. ഇനി അടുത്ത 32ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി പ്രൊട്ടക്റ്റീവ് HBV ആന്റിബോഡി ലെവൽ ഈസ് ഓപ്ഷൻ എ 0.1 micro international units per liter, option B 1 MIU per ml, option C 10 MIU per ml, option D 100 MIU per ml. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 10 MIU per ml. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ നമ്മൾ ഒരു പക്ഷേ HBsAg ടൈറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നോർമൽ വാല്യൂ ആയിട്ട് എഴുതിയിട്ടുള്ളത് ഇതിനാണ് 10 MIU per ml ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പോൾ നമുക്ക് എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷനെ മാറ്റി പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ കൊറോണ വാക്സിനേഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ എന്താണ് HBV വാക്സിനെ പറ്റി ഇനി അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടാവുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഒരു സബ് യൂണിറ്റ് വാക്സിൻ എക്സാമ്പിൾ ആണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ വൈറസിനെ മൊത്തമായിട്ടായിരുന്നു ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പോട്ടെ, ഇഞ്ചെക്ട് ചെയ്തതിന് പകരം പണ്ട് കാലങ്ങളിൽ ഈ വന്ന ആൾക്കാരുടെ സെറം സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സെറമാണ് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലങ്ങളിൽ. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരുന്നു. ബിക്കോസ് അവർക്ക് ഇൻഫെക്ഷൻ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആ വൈറസിന്റെ ഔട്ടർ മെംബ്രെയിൻ ആന്റിജൻ ആയിട്ടുള്ള HBsAg ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഒരു സബ് യൂണിറ്റ്. സോ ഇത് സബ് യൂണിറ്റ് വാക്സിൻ എക്സാമ്പിൾ ആണ്. അത് മാത്രമല്ല റീകോംബിനന്റ് DNA ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സബ് യൂണിറ്റ് വാക്സിൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ വൈറസിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതല്ല. പകരം നമുക്കറിയാം DNA റീകോംബിനന്റ് ടെക്നോളജി എങ്ങനെയാണോ നമുക്ക് കോവിഷീൽഡ് വാക്സിൻ ഒരു സബ് യൂണിറ്റ് വാക്സിൻ ആണ്. അതേ കോവിഷീൽഡ് വാക്സിന്റെ അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു DNA റീകോംബിനന്റ് ടെക്നോളജി വഴിയാണ് ഈ വാക്സിൻ ഉണ്ടാക്കുന്നത്. സോ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 3 ഡോസുകളാണ് എടുക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഡോസ് അഥവാ 0th ഡേയിൽ എടുക്കുന്ന ഫസ്റ്റ് ഡോസ്, അതിനുശേഷം 1 മാസത്തിന് ശേഷം സെയിം സെക്കൻഡ് ബൂസ്റ്റർ, തേർഡ് ബൂസ്റ്റർ എടുക്കുന്നത് 6 മാസത്തിന് ശേഷമാണ്. അത് ആണ് പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്. ഇപ്പോൾ ഒരു സിംഗിൾ ഡോസ് HBV എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിന്റെ എഫക്റ്റീവ്നെസിനെ പറ്റി ഇപ്പോഴും ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന്റിബോഡി ടൈറ്റർ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു DH എക്സാമിനേഷൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആന്റിബോഡി അഗേൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഈസ് ഡിറ്റക്റ്റഡ് ബെസ്റ്റ് ബൈ ഡാഷ് മെത്തേഡ് എന്നാണ് ചോദിച്ചത്. കെമിലൂമിനസൻസ് ആണ് ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡ്സിൽ ബെസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ അതാണ് ഇപ്പോൾ ഉള്ളത്. ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡ്സിൽ ഏറ്റവും ബെസ്റ്റ് കെമിലൂമിനസൻസ് ആണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി HBsAg ടൈറ്ററിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കെമിലൂമിനസൻസ് തന്നെയാണ്. ആന്റിബോഡി റിയാക്ഷൻസ് ചെയ്യാനായിട്ട് RIAയും ഗുഡ് ആണെങ്കിൽ പോലും പ്രാക്ടിക്കബിലിറ്റി ക്രൈറ്റീരിയ നോക്കുമ്പോഴത്തേക്ക് റേഡിയോളജിക്കൽ ഹസാർഡ്സ് ഉള്ളതുകൊണ്ട് കെമിലൂമിനസൻസ് RIAയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നു. ഹസാർഡ്സ് ഇല്ലാത്തതുകൊണ്ട് RIAയ്ക്ക് ഹസാർഡ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. MIC ഓഫ് ആൻ ആന്റിബയോട്ടിക് can be tested by option A E-test method, option B Kirby-Boer method, option C PCR method, option D Stokes method. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം E-test മെത്തേഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ A. MIC എന്ന് പറഞ്ഞാൽ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് കിർബി-ബോർ മെത്തേഡിലും സ്റ്റോക്സ് മെത്തേഡിലും ഒന്നും നമുക്ക് MIC എന്തുകൊണ്ട് ഡിറ്റക്ട് ചെയ്യുന്നത്? എന്താണ് ഈ ടെസ്റ്റ്? നമുക്ക് നോക്കാം. കൺവെൻഷണൽ മാനറിൽ എന്ന് പറയുമ്പോഴത്തേക്ക് MIC മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണ ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിലാണ് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രഗിന്റെ പല കോൺസെൻട്രേഷൻസ്, ഇപ്പോൾ നമ്മളൊരു പെൻസിലിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെൻസിലിന്റെ പല കോൺസെൻട്രേഷൻസ്, കൂടുതൽ നിന്ന് കുറവിലേക്കുള്ള കോൺസെൻട്രേഷൻസോ അല്ലെങ്കിൽ കുറവിലേക്കുള്ള കോൺസെൻട്രേഷൻസ് നമ്മൾ ഒരു ബ്രോത്തിൽ, ഒരു ലിക്വിഡ് മീഡിയത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോന്നിലും നമ്മുടെ ഓർഗാൻസിനെ ഇനോക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഏതിലാണോ പൂർണ്ണമായും ടർബിഡിറ്റി വരാത്തത് അതിനെയാണ് നമ്മൾ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്നൊക്കെ അല്ലെങ്കിൽ ടർബിഡിറ്റി കൺട്രോളിനെ അപേക്ഷിച്ച് കൂടാത്തത് അതിനേക്കാണ് നമ്മൾ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ ആയിട്ട് പറയുന്നത്. എന്നാൽ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു എക്സാക്ട് വാല്യൂ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയില്ല. മിനിമം ഇൻഹിബിറ്ററി ആവട്ടെ മിനിമം ലീതൽ ആവട്ടെ അത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ എക്സാക്ട്ലി പിൻ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സോൺ ഓഫ് ഇൻഹിബിഷൻ വരുന്നു ആൻഡ് ദെൻ വി ആർ സേയിങ് ദാറ്റ് ഓക്കെ സോൺ ഓഫ് ഇൻഹിബിഷൻ വന്നു കഴിഞ്ഞാൽ അത് സെൻസിറ്റീവ് ആണോ റെസിസ്റ്റന്റ് ആണോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതായത് ഇത്ര കോൺസെൻട്രേഷനിലാണ് 20 മില്ലിഗ്രാമിന്റെ ഒരു അല്ലെങ്കിൽ മൈക്രോഗ്രാമിന്റെ ആന്റിബയോട്ടിക് ഡിസ്കിൽ സോൺ ഓഫ് ഇൻഹിബിഷൻ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല 20 മൈക്രോഗ്രാം തന്നെയാണ് അതിന്റെ എക്സാക്ട് ഇൻഹിബിഷൻ പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് അഥവാ എപ്സിലോമീറ്റർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു കോമ്പിനേഷൻ ആണ് ഡിസ്ക് ഡിഫ്യൂഷന്റെയും ബ്രോത്ത് ഡയലൂഷന്റെയും. ഡിസ്ക് ഡിഫ്യൂഷൻ ആണ് ഈ കിർബി-ബോർ മെത്തേഡും സ്റ്റോക്സ് മെത്തേഡും ഒക്കെ. അപ്പൊ ഡിസ്ക് ഡിഫ്യൂഷന്റെയും ബ്രോത്ത് ഡയലൂഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ടെസ്റ്റ് സ്ട്രിപ്പ് ആണുള്ളത്. ആ ടെസ്റ്റ് സ്ട്രിപ്പ് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. അതായത് ഒരു ഡ്രഗിന്റെ കൂടുതൽ നിന്ന് കുറവായിട്ടുള്ള കോൺസെൻട്രേഷൻസ് ആ ഒരു സ്ട്രിപ്പിന്റെ എൻറ്റയർ ലെങ്തിൽ കാണും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. ഒരു ലോൺ കൾച്ചർ അഥവാ കാർപ്പറ്റ് കൾച്ചർ, യൂണിഫോം ആയിട്ടുള്ള കാർപ്പറ്റ് കൾച്ചർ നമ്മൾ ഓർഗാനിസത്തിന്റെ ഉണ്ടാക്കുന്നു. അതിലേക്ക് ഈ ടെസ്റ്റ് സ്ട്രിപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സോൺ ഓഫ് ഇൻഹിബിഷൻ ഉണ്ടാവും. ആ സോൺ ഓഫ് ഇൻഹിബിഷന്റെ ഷേപ്പ് ഒരു എപ്സിലോൺ പോലെ ആയിരിക്കും, എപ്സിലോൺ ഷേപ്പ് ആയിരിക്കും. ആ എപ്സിലോൺ എവിടെയാണോ ഏത് കോൺസെൻട്രേഷനിലാണോ ഈ ടെസ്റ്റ് സ്ട്രിപ്പിനെ മീറ്റ് ചെയ്യുന്നത് അതാണ് MIC ആയിട്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പിക്ചറിലേക്ക് ഒന്ന് പോവാം.
ഇതാണ് അതിന്റെ പിക്ചർ. നമുക്കറിയാം ഒരു എപ്സിലോൺ ഇൻഹിബിഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ആ എപ്സിലോൺ എവിടെയാണ് ആ പർട്ടിക്കുലർ സ്ട്രിപ്പിനെ മീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 0.64 0.94 ഇത് മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം 0.94 ആണ് ഇതിന്റെ എക്സാക്ട് കോൺസെൻട്രേഷൻ. നമുക്കറിയാം അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. 32, 24, 16, 12 അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും കോൺസെൻട്രേഷൻസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിൽ 0.94 ആണ് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. സോ ഇത്തരത്തിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ കണ്ടെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 34. Bile esculin test is to option A assess water quality, option B classify Vibrio cholera, option C diagnose enterococci, option D diagnose pneumococci. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡയഗ്നോസ് എൻറ്ററോകോക്കി ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ എൻറ്ററോകോക്കസ് ഫീക്കാൽസിനൊക്കെ പോലെ വളരെ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഓർഗാൻസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് ബൈൽ എസ്കുലിൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എൻറ്ററോകോക്കിയുടെ ബാക്കി പ്രത്യേകതകൾ? ബാക്കി ഈ ന്യൂമോകോക്കിയെയും വിബ്രിയോ കോളറയും വാട്ടർ ക്വാളിറ്റിയൊക്കെ അസസ് ചെയ്യുന്നതിന് വേറെ ഏതെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ? അത് ഈ ക്വസ്റ്റ്യനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. എൻറ്ററോകോക്കിക്ക് ഗാമ ഹീമോളിറ്റിക് ആണ്. മീൻസ് അത് ഹീമോളിറ്റിക് ഓർഗാനിസം അല്ല, ഒരു ഗാമ ഹീമോളിറ്റിക് സ്ട്രെപ്റ്റോകോക്കിയാണത്. ഇത് ഹൈ സാൾട്ട് കോൺസെൻട്രേഷനിലും വളരെ ഹൈ ആൽക്കലൈൻ പീച്ചിലൊക്കെ വളരുന്ന ഒരു ഓർഗാനിസമാണ്. അതുപോലെ തന്നെ ഇത് എസ്കുലിനെ ഹൈഡ്രലൈസ് ചെയ്യുകയും ചെയ്യും. ഇത് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലത്ത് പെൻസിലിൻ റെസിസ്റ്റൻസും മറ്റു ഡ്രഗ്സിനോടൊക്കെ ഭയങ്കരമായ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഓർഗാൻസ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, യാട്രോജനിക് ഇൻഫെക്ഷൻസ് ഒക്കെ വളരെയധികം ഉണ്ടാക്കുന്നതും ഈ എൻട്രോകോക്കി തന്നെയാണ്. അപ്പം ബാക്കി ഓപ്ഷൻസ് ന്യൂമോകോക്കിയെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? ബൈൽ ബേസ് ചെയ്ത് ഒരു ടെസ്റ്റ് തന്നെ ഉണ്ട് ന്യൂമോകോക്കിയെ ഡിറ്റക്ട് ചെയ്യാൻ. ബൈൽ സോളബിലിറ്റി ടെസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ബൈൽ സോളബിലിറ്റി ടെസ്റ്റ് 10% ബൈൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ന്യൂമോകോക്കിയുടെ കോളനീസ് സോളബിലൈസ് ചെയ്ത് പോകും. അതായത് ബൈൽ സോളബിലിറ്റി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ന്യൂമോകോക്കി. അതുപോലെ തന്നെ ബൈൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റ് വിബ്രിയോ കോളറയ്ക്ക് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് സ്ട്രിംഗ് ടെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്ട്രിംഗ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ വിബ്രിയോ കോളറ. ഇനി എസ്കുലിൻ അസൈഡ് അഗാർ ടെസ്റ്റ്. എസ്കുലിൻ അസൈഡ് അഗാർ ടെസ്റ്റ് ഐസൊലേഷൻ ഓഫ് ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കി ഫ്രം വാട്ടർ. അതായത് വാട്ടർ ക്വാളിറ്റി അസസ് ചെയ്യാനും നമ്മളൊരു എസ്കുലിൻ ബേസ് ചെയ്തിട്ടുള്ള മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എസ്കുലിൻ അസൈഡ് അഗാർ. അപ്പം ആ ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ക്വസ്റ്റ്യനിൽ എല്ലാം ചോദിച്ചിരിക്കുന്നത് ബൈലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ബൈൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എസ്കുലിൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എൻട്രോകോക്കി ബൈൽ എസ്കുലിൻ ടെസ്റ്റ്. എന്നാൽ ബൈൽ സോളബിലിറ്റി ടെസ്റ്റ് ന്യൂമോകോക്കിക്കും, ബൈലിന്റെ സ്ട്രിംഗ് ടെസ്റ്റ് വിബ്രിയോ കോളറയ്ക്കും, എസ്കുലിൻ അസൈഡ് അഗാർ വാട്ടർ ക്വാളിറ്റി അസസ് ചെയ്യാൻ, അതായത് വാട്ടറിൽ ന്യൂമോകോക്കെ അല്ലെ നോട്ട് ന്യൂമോകോക്കെ ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 35ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ട്രാൻസ്പോർട്ട് മീഡിയം? നമുക്കറിയാം എന്താണ് ട്രാൻസ്പോർട്ട് മീഡിയം യൂസ് ചെയ്യുന്നത്? വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫ്രം ദി സൈറ്റ് ഓഫ് കളക്ഷൻ ടു ദി ലബോറട്ടറി ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയം യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ കാരിബ്ലെയർ മീഡിയം, ഓപ്ഷൻ ബി VR മീഡിയം, ഓപ്ഷൻ സി ലോഫ്ലർ സെറം സ്ലോപ്പ് ആൻഡ് ഓപ്ഷൻ ഡി പൈക്സ് മീഡിയം. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ലോഫ്ലർ സെറം സ്ലോപ്പ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോഫ്ലർ സെറം സ്ലോപ്പ് യെസ് നമ്മുടെ കൊനൈബാക്ടീരിയം ഡിഫ്തീരിയയ്ക്കുള്ള ഒരു എൻറിച്ച്ഡ് മീഡിയ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ് ലോഫ്ലർ സെറം സ്ലോപ്പിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്നും. അപ്പോൾ നമുക്ക് പറയാം ലോഫ്ലർ സെറം സ്ലോപ്പ് ഇസ് ആൻ എൻറിച്ച്ഡ് മീഡിയ വിച്ച് യൂസിങ് സെറം. ആൻഡ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയയ്ക്കാണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കാരിബ്ലെയർ മീഡിയം അത് ട്രാൻസ്പോർട്ട് മീഡിയമാണ്. ഇനി നാളെ ഒരു കാലത്ത് ചോദിക്കാം യൂണിവേഴ്സൽ ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് അറിയപ്പെടുന്നത് ഏത്? കാരിബ്ലെയർ മീഡിയം. ബിക്കോസ് മെജോറിറ്റി ഓഫ് എൻട്രോബാക്ടീരിയസി ഫാമിലി, ഈക്കോളി ആവട്ടെ, സാൽമോണല്ലി ആവട്ടെ, വിബ്രിയോ കോളറ ആവട്ടെ, വേണമെങ്കിൽ അതിനെല്ലാത്തിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് കാരിബ്ലെയർ മീഡിയ. അടുത്ത VR മീഡിയം. മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. VR മീഡിയം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? സീ സാൾട്ട് അല്ലെങ്കിൽ സീ സാൾട്ട് വാട്ടർ ഉള്ള മീഡിയ ആണിത്. സീ സാൾട്ട് ഉള്ള മീഡിയ ആണ് VR മീഡിയം. വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം. ഈ മീഡിയം യൂസ് ചെയ്യുന്നത് വിബ്രിയോ കോളറയെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. പൈക്സ് മീഡിയം യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കി സ്പീഷീസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. അത് ന്യൂമോകോക്കയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ആൾസോ സ്റ്റെപ്പ് പയോജൻസിന്. സോ അതായത് ത്രോട്ട് സോബിൽ ഉള്ള സ്ട്രെപ്റ്റോകോക്കസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈക്സ് മീഡിയം യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ ചോദ്യമായിട്ട് വരാവുന്നതും തന്നെയാണ്.
56ാമത്തെ ക്വസ്റ്റ്യൻ. ആൾ ദി ഫോളോവിംഗ് ഫീച്ചേഴ്സ് ആർ ഷോൺ ബൈ എൻട്രോബാക്ടീരിയസിയെ എക്സെപ്റ്റ് ഓപ്ഷൻ എ ഗ്രാം നെഗറ്റീവ്, ഓപ്ഷൻ ബി ഫെർമെന്റ് ഗ്ലൂക്കോസ്, ഓപ്ഷൻ സി നൈട്രേറ്റ് ടെസ്റ്റ് പോസിറ്റീവ്, ഓപ്ഷൻ ഡി ഓക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവ്. ഈ പറയുന്ന 4 ക്യാരക്ടേഴ്സിൽ ഏതാണ് എൻട്രോബാക്ടീരിയസിയെ ഷോ ചെയ്യാത്തത്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഓക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവ്. എല്ലാ എൻട്രോബാക്ടീരിയസുകളും ഓക്സിഡേസ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. അതൊരു ശരിയായ കാര്യമാണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ? ഒരു കോമൺ ആയിട്ട് പറയുമ്പോൾ പോലും നമുക്ക് എക്സെപ്ഷൻസ് വരാം, ബിക്കോസ് ബാക്ടീരിയക്ക് മ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. All members of Enterobacteriaceae are gram-negative rods, oxidase negative, catalase test positive, they ferment glucose, they reduce nitrates, and they are all facultative anaerobes. And importantly, all are motile except Klebsiella and Shigella. പക്ഷെ അതും ട്രൂ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. നമ്മുടെ കോമൺ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയും, ക്ലബ്സിയലയും ഷിഗല്ലയും ഒഴികെ ആ ഫാമിലി ഒഴികെ ബാക്കി എല്ലാവരും എൻട്രോബാക്ടീരിയസിൽ മോട്ടൈൽ എന്ന് പറയും. എന്നാൽ ഇതൊരു ചെറിയൊരു മറ്റൊരു എക്സെപ്ഷൻ ആണ്, കോമൺ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള എക്സെപ്ഷൻ ആണ് ഷിഗല്ല ഡിസെൻട്രി ടൈപ്പ് 1. ഇത് കാറ്റലൈസ് ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ട് വരുന്നതാണ്. ഇതിൽ നിന്നല്ലാതെ ആ ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതലൊന്നും ഇല്ല, കാരണം എൻട്രോബാക്ടീരിയസിൽ മൊത്തം ക്യാരക്ടേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് ഷിഗല്ല ഡിസെൻട്രി, ബിക്കോസ് ഇറ്റ് ഈസ് കാറ്റലൈസ് നെഗറ്റീവ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 37. The best way to collect sputum sample for mycobacterium culture and microscopy. Option A, 3 sample collected by patient at 1 hour interval. Option B, 24-hour sample collected. Option C, first morning sample collected in 3 containers. Option D, first morning sample for 3 days. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻസർ എന്ന് പറഞ്ഞത് ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ ഓഫ് 3 days. 3 ഡേയ്സിലെ ഫസ്റ്റ് ഏർലി മോർണിംഗ് സാമ്പിൾ ആണ് നമുക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ? നമുക്ക് നോക്കാം. 3 മോർണിംഗ് സാമ്പിൾസ് ആണ് ഏറ്റവും അഡിക്കേറ്റ് ആയിട്ടുള്ളത്, കൾച്ചറിനും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക്കും. എന്നാൽ ഇപ്പോഴത്തെ പുതിയ NTEP ടെക്നിക്കൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച്, എന്താണ് NTEP? നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള കാര്യമാണ്, റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം, RNTCP. RNTCPയുടെ പേര് ഇപ്പോൾ മാറിയിട്ടുണ്ട്, അതിനിപ്പോൾ നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്നാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ആകെ 2 സാമ്പിൾ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അത് മൈക്രോസ്കോപ്പിക്കാണ്, കൾച്ചറിനല്ല. കൾച്ചർ പറയുമ്പോൾ നമ്മൾ തീർച്ചയായും 3 ദിവസത്തെ ഏർലി മോർണിംഗ് സാമ്പിൾ അതിനകത്തുണ്ടാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്തും മൈക്രോസ്കോപ്പി ആൻഡ് കൾച്ചർ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് സാമ്പിൾ ഓഫ് 3 days എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മൈക്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് ഓൺലി 2 samples ആർ റിക്വയർഡ്. അതിൽ ഒരെണ്ണം ഏർലി മോർണിംഗ് സാമ്പിൾ, പേഷ്യൻ്റ് ഏർലി മോർണിംഗ് സാമ്പിളുമായിട്ട് വരിക. മറ്റൊരെണ്ണം 1 മണിക്കൂറിന് ശേഷം എടുക്കുന്ന സ്പോട്ട് സാമ്പിൾ, 1 സ്പോട്ട് സാമ്പിൾ, അതായത് ആ ലാബിൽ വെച്ച് എടുക്കുന്ന ഒരു സ്പോട്ട് സാമ്പിൾ. അതായത് 2 സാമ്പിളുകളാണ് പുതിയ ടെക്നിക്കൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണ്ടത്. വേണമെങ്കിൽ 2 സ്പോട്ട് സ്പെസിമെൻസും എടുക്കാം. എന്തുകൊണ്ട് എടുക്കാം? കാരണം ആ പേഷ്യൻ്റ് വളരെ ദൂരെ നിന്നാണ് വരുന്നത്. അതായത് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് തന്നെ വിസിറ്റ്, 14 ദിവസത്തിലേറെ ചുമയുമായിട്ട് ഹോസ്പിറ്റലിൽ ആദ്യ വിസിറ്റ് തന്നെ വളരെ ദൂരെ നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അവിടെ വെച്ച് തന്നെ 1 hour ഇന്റർവെല്ലിൽ 2 സ്പോട്ട് സാമ്പിൾ എടുക്കാൻ പറയും. ബിക്കോസ് ടു ഡയഗ്നോസ് ഫാസ്റ്റ്ലി, എത്ര പെട്ടെന്ന് ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൾച്ചർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ ഫാസ്റ്റ് മെത്തേഡ്. നമുക്കറിയാം 3 മാസം വരെ എടുക്കാം ഒരു മൈക്രോബാക്ടീരിയം കൾച്ചറിന്റെ റിസൾട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ ഒരു ഏർലി മോർണിംഗ് സാമ്പിളും ഒരു സ്പോട്ട് സാമ്പിളാണ് ഏറ്റവും അഡിക്കേറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നത്? കേരളത്തിനെ സംബന്ധിച്ചോളം ഇത്രയും ദൂരെയുള്ള ഒരു പരിപാടി ഇല്ല. പക്ഷെ അങ്ങനെയല്ല, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും മറ്റും അവിടേക്കാണ് ക്ഷയരോഗം വളരെ കൂടുതലും. അടുത്തത് എബോവ് സാമ്പിൾസ്. ഈ സാമ്പിൾസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AFBയും CBNAT പോലുള്ള പെട്ടെന്നുള്ള ടെസ്റ്റുകൾക്കാണ് വിധേയമാക്കാറുള്ളത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് TB ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. എത്ര പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു അത്ര നല്ലതെന്നാണ് പുതിയ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിന്റെ ഒരു കോർ തീം എന്ന് തന്നെ പറയുന്നത്. അടുത്തത് കൾച്ചറിന് വേണമെങ്കിൽ 3 സാമ്പിൾ തന്നെയാണ് ഏറ്റവും സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏർലി മോർണിംഗിലെ 3 സാമ്പിൾസ് ആണ് നമുക്ക് കൾച്ചറിന് വേണ്ടത്. നമ്മൾ ഏതൊരു ലാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും, ഒരു നല്ല ലാബാണെന്നുണ്ടെങ്കിൽ, ഒരു അക്രഡിറ്റഡ് ലാബാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which is true for STS or standard test for syphilis? Option A, antigen used is Treponema pallidum. Option B, chance for false positive test results. Option C, patient remains test positive for life. Option D, highly specific test. ഇതിൽ ഒരെണ്ണം മാത്രമാണ് STSനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ളത്. The answer is the chance of
ഫാൾസ് പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട്സ്. അല്ലാതെ ആൻറ്റിജൻ ട്രിപ്പനിമ പല്ലിയിടത്തിൽ നിന്നല്ല എടുക്കുന്നത്. പേഷ്യൻറ്റ് റിമെയിൻസ് ടെസ്റ്റ് പോസിറ്റീവ് ഫോർ ദി ലൈഫ്, തെറ്റാണ്. ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് ഇത് മാറുന്നുണ്ട്, ഹൈലി സ്പെസിഫിക്കും അല്ല. അപ്പോൾ എന്തൊക്കെയാണ് STS? എന്താണ് STS? എന്തുകൊണ്ടാണ് സ്പെസിഫിക് അല്ലാത്തത്? നമുക്ക് നോക്കാം. STS അഥവാ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ സിഫിലിസിൽ യൂസ് ചെയ്യുന്ന ആൻറ്റിജൻ കാർഡിയോലിപ്പിൻ ആൻറ്റിജൻ ആണ്. നാളെ ഒരു കാലത്ത് ചോദിക്കാം കാർഡിയോലിപ്പിൻ ആൻറ്റിജൻ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ് ടെസ്റ്റ്, അതിനകത്തൊരു STSO എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. STSൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളത്? അപ്പോൾ കാർഡിയോലിപ്പിൻ ആൻറ്റിജൻ ബൊവൈൻ ഹാർട്ട് മസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് മറ്റ് ജീവജാലങ്ങളുടെ ഒരു ശരീരത്തിന്റെ ഒരു പാർട്ടിൽ നിന്നാണ് അത് എടുക്കുന്നത്. അതേ പാർട്ട്, അതേ മസിൽസ്, അതിൻ്റെ ഒരു സിമിലാരിറ്റി നമ്മളിൽ എന്തെങ്കിലും ഉണ്ടാവും. അതൊക്കെ കൊണ്ടാണ് മലേറിയ, ലെപ്രസി ഒക്കെ വരുമ്പോഴും ഇത്തരത്തിലുള്ള ഈ ടെസ്റ്റ് പോസിറ്റീവിറ്റി തരുന്നത്. ഇനി STS എന്തൊക്കെയാണ് STSനകത്ത് ഉൾപ്പെടുന്നത്? ഒന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് വെനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ് അഥവാ VDRL ടെസ്റ്റ് എന്ന് പറയുന്ന സ്ലൈഡ് ഫ്ലോക്കുലേഷൻ, ദെൻ RPR റാപ്പിഡ് പ്ലാസ്മ റിയേജന്റ് ടെസ്റ്റ്, ഖാൻസ് ടെസ്റ്റ് അതായത് ട്യൂബ് ഫ്ലോക്കുലേഷൻ, ദെൻ വാസർമാൻ കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്. ഇത്രയാണ് STSനകത്ത് ഉൾപ്പെടുന്നത്. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ സിഫിലിസ്. ബൊവൈൻ ഹാർട്ട് മസിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ക്രോസ് റിയാക്ഷൻ വിത്ത് സം അതർ ആന്റിബോഡീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് സ്പെസിഫിക്. ബാക്കി ഏതൊക്കെയാണ് സ്പെസിഫിക്? സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ട്രിപ്പനിമ പല്ലിഡം ഹീം അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് അഥവാ TPH. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് കൺഫർമേറ്ററി എന്ന് പറയും. ഇന്ത്യൻ ബ്രിട്ടീഷ് സിസ്റ്റം അനുസരിച്ച് VDRL പോസിറ്റീവ് ആണെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ TPH ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം റെഫറൻസ് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് FTAPS ഫ്ലൂറസെന്റ് ആന്റിബോഡി അബ്സോർഷൻ ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെസ്റ്റ് ഫോർ സിഫിലിസ്. ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെസ്റ്റ് ഫോർ സിഫിലിസ് ഏത്? സ്റ്റാൻഡേർഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് സിഫിലിസ് ഏത്? അവസാനത്തത് TPI ട്രിപ്പനിമൽ പല്ലിഡം ഇമ്മൊബിലൈസേഷൻ ടെസ്റ്റ്. ഒരു ലൈവ് ആയിട്ടുള്ള ട്രിപ്പനിമൽ പല്ലിഡം സ്ട്രെയിൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ആക്യുറേറ്റീവ്, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. പക്ഷേ അത് റുട്ടീൻ പർപ്പസിന് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ആ ഒരു ട്രിപ്പനിമൽ പല്ലിയിടത്തിനെ നമ്മൾ വയബിൾ ആയിട്ട് സൂക്ഷിക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രൈമറി ഡയഗ്നോസിസ് ഓഫ് HIV ഈസ് ഡൺ ബൈ ഓപ്ഷൻ A 3 റാപ്പിഡ് ടെസ്റ്റ്, ഓപ്ഷൻ B ELISA ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ട്, ഓപ്ഷൻ C 1 റാപ്പിഡ് ടെസ്റ്റ് ആൻഡ് PCR, ഓപ്ഷൻ D 1 റാപ്പിഡ് ടെസ്റ്റ് ആൻഡ് CD4 കൗണ്ട്. ഇതിന്റെ ആൻസർ ആയിട്ട് PC പറഞ്ഞത് 3 റാപ്പിഡ് ടെസ്റ്റുകൾ എന്നാണ്. ആക്ച്വലി പ്രൈമറി ഡയഗ്നോസിസ് മീൻസ് ഓൺലി സ്ക്രീനിങ് പർപ്പസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാക്ട് ഡയഗ്നോസിസ് അല്ല. എക്സാക്ട് ഡയഗ്നോസിസ് ആണെങ്കിൽ ELISA ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ട് ആണ് വരുന്നത്. 3 റാപ്പിഡ് ടെസ്റ്റുകളാണ് നമ്മൾ HIV വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ HIV റിവ്യൂ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ HIV ഡയഗ്നോസിന് വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ELISA ആണ്. അപ്പോൾ ELISA പോസിറ്റീവ് സ്ക്രീനിങ് അല്ല. സ്ക്രീനിങ്ങിന് 3 റാപ്പിഡ് ടെസ്റ്റുകളാണ് സാധാരണ സ്ട്രാറ്റജി 3 അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് ഉപയോഗിച്ച് കൺഫേം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് സ്ട്രാറ്റജി. ബിക്കോസ് HIV 3 സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ ഇന്ത്യ ഒട്ടാകെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം, കാരണം ഇത് കുറേ ഉണ്ട് അത് പറയാനായിട്ട്. അപ്പോൾ ELISA പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. സോ വെസ്റ്റേൺ ബ്ലോട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ HIV. അപ്പോൾ നമുക്കറിയാം ELISA 4 ജനറേഷൻ ELISAകളുണ്ട്. അതിൽ ഏറ്റവും 3rd അല്ലെങ്കിൽ 4th ജനറേഷൻ ELISA മുതൽ P24 ആൻറ്റിജൻ കൂടി ELISA വഴി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിന് മുമ്പൊക്കെ അവർ ഡിറ്റക്ട് ചെയ്തിരുന്നത് ആൻറ്റിബോഡി മാത്രമാണ്. ഗ്ലൈക്കോപ്രോട്ടീൻ 120 എതിരായിട്ടുള്ളതും GP60 എതിരായിട്ടുള്ള ആന്റിബോഡികൾ മാത്രമാണ് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആന്റിജൻ കൂടി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് P24 ആന്റിജന്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ സ്റ്റാൻഡേർഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ HIV വെസ്റ്റേൺ ബ്ലോട്ട് ആണെങ്കിൽ വിൻഡോ പീരിയഡിൽ പോസിറ്റീവായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള, അതായത് സെറോളജിക്കൽ ടെസ്റ്റ് വഴി പോസിറ്റീവ് ആവുന്ന ഒരേ ഒരു പാരാമീറ്റർ ഡ്യൂറിംഗ് ദി വിൻഡോ പീരിയഡ് ഓഫ് HIV ഈസ് P24 ആന്റിജൻ. അതായത് ഈ വിൻഡോ പീരീഡ് നമുക്കറിയാം, അതായത് ബാക്കി എല്ലാ ടെസ്റ്റുകളും സെറോളജിക്കൽ ടെസ്റ്റുകളും നെഗറ്റീവ് ആവുന്നൊരു കണ്ടീഷനാണത്. പക്ഷേ ഇൻഫെക്ഷൻ അയാൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പിൽ P24 ആൻറ്റിജൻ എന്ന് പറയുന്ന കോർ ആൻറ്റിജൻ വിൻഡോ പീരീഡിൽ പോസിറ്റീവായി കാണിക്കും. അടുത്തൊരു ടെസ്റ്റാണ് ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് അഥവാ PCR. PCR എല്ലാ സ്റ്റേജസ് ഓഫ് HIV പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഒരു സിംഗിൾ ന്യൂക്ലിക് ആസിഡ് എങ്കിലും ഉണ്ടെങ്കിൽ, HIVയുടെ RNA എങ്കിലും ഉണ്ടെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തരാനുള്ള എബിലിറ്റി ഈ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിന് ഉണ്ടാവും. അതൊക്കെയാണ് HIV ഡയഗ്നോസിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 40ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഇസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൂക്ക് വേം എഗ്? ഓപ്ഷൻ A നോൺ ബൈൽ സ്റ്റെയിൻഡ് സെഗ്മെന്റഡ് ഓവം, ഓപ്ഷൻ B നോൺ ബൈൽ സ്റ്റെയിൻഡ് അൺസെഗ്മെന്റഡ് ഓവം, ഓപ്ഷൻ C ബൈൽ സ്റ്റെയിൻഡ് മ്യൂക്കസ് പ്ലഗ് ടാഡ്പോൾ ലാർവ, ഓപ്ഷൻ D ബൈൽ സ്റ്റെയിൻഡ് 3 ലെയർഡ് കോട്ട് സിംഗിൾ ഓവം. പിന്നെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A നോൺ ബൈൽ സ്റ്റെയിൻഡ് സെഗ്മെന്റഡ് ഓവം ആണ് ഹൂക്ക് വേമിന് ഉള്ളത്.
അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് പറയുന്നത് നമുക്ക് എപ്പോഴും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ബൈൽസ്റ്റൈൻഡ് എഗ്സും നോൺ ബൈൽസ്റ്റൈൻഡ് എഗ്. അപ്പോൾ നോൺ ബൈൽസ്റ്റൈൻഡ് എഗ്ഗിന് എക്സ്പെഷ്യലി നമ്മൾ സിസ്റ്റോഡിലിസിലേക്കും നിമറ്റോഡിലേക്കും പോകുമ്പോൾ ഈസി ആയിട്ട് പറയാവുന്ന ഒരു കോഡ് വേർഡാണ് നേഹ. ഒരു പെൺകുട്ടിയുടെ പേരാണ് നേഹ. അതിൽ വരുന്ന നെക്കേറ്റർ അമേരിക്കാനസ്, എൻട്രോബിയസ് വെർമിക്കുലാരിസ് ഫോർ ഇ, എച്ചിൽ വരുന്ന ഹൈമനോലെപ്പിസ് നാന, എയിൽ വരുന്നത് ആൻകൈലോസ്റ്റോമ ഡിയോഡിനാലെ അഥവാ ഹൂക്ക് വെം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഫസ്റ്റ് ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് നമ്മൾ നേഹ എന്ന് പറഞ്ഞ കോഡ് വാക്ക് യൂസ് ചെയ്യുന്നത്. ബൈൽസ്റ്റൈൻഡ് എഗ്ഗിന് പ്രത്യേകിച്ച് കോഡ് വാക്കിൻ്റെ ആവശ്യമില്ല. എക്സ്പെഷ്യലി സിസ്റ്റോഡ് ആൻഡ് നെമറ്റോഡ്, ട്രിമറ്റോഡുകളിൽ മിക്കതും ലിവർ ഫ്ലൂക്കും ഒക്കെ ബൈൽസ്റ്റൈൻഡ് എഗ്ഗാണ് തരുന്നത്. അപ്പോൾ ബൈൽസ്റ്റൈൻഡ് എഗ്ഗ് സിസ്റ്റോഡിൻ്റെ നെമറ്റോഡിൻ്റെ കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ടീനിയ, നമ്മൾ ടാറ്റ് എന്ന് പറഞ്ഞൊരു കോഡ് വേർഡാണ് യൂസ് ചെയ്യുന്നത്. ടി ഫോർ ടീനിയ സ്പീഷീസ്, A for Ascaris lumbricoids, and again next T for Trichuris trichura. ഈ മൂന്നെണ്ണമാണ് ബൈൽസ്റ്റൈൻഡ് എഗ്ഗിന് എക്സാമ്പിൾ. അപ്പോൾ ഇതെത്രയാണ് നമ്മുടെ ഈ 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിവ്യൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ റിവ്യൂ പലപ്പോഴും ഞാൻ ഇപ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം റിവ്യൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വീഡിയോ പിന്നെയും മണിക്കൂറുകൾ നീളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കൂടി നിങ്ങൾ വീഡിയോയുടെ അടിയിൽ എഴുതുക. കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾക്കും സജഷൻസും അനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ഇതിലെ തെറ്റുകൾ മനസ്സിലാക്കാനും അതിന് തുടർന്ന് പുതിയ കാര്യങ്ങൾ അതിൻ്റെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ.